السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جاء الحق وزهق الباطل إن الباطل كان زهوقا. الحمد لله رب العالمين. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എന്റെ സംസാരം കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എന്റെ സംസാരം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ സംസാരിക്കുന്ന ക്ലിയറായി നിങ്ങൾക്ക് കേൾക്കാമോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് കേൾക്കാമോ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രൗഢമായ 3-ാം ദിവസം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിനെ ഏറെ സ്തുതിക്കുകയും നാം ഏറെ വിനയം കാണിക്കേണ്ട രംഗമാണ് ഈ സന്ദർഭം. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹു ഏറെ തന്ത്രശാലിയാകുന്നു എന്ന ഖുർആനിന്റെ പരാമർശം നാം അടിയുറച്ച് വിശ്വസിക്കേണ്ടതാണ്. നമ്മുടെ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും ആ പ്രയാസത്തിന്റെ അടിസ്ഥാന കാരണവും ആരാണ് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കുന്നത് എന്നും വളരെ കൃത്യമായി ലോകം മുഴുവനും ഒരേ സമയത്ത് ആ വ്യക്തിയെ ലോകത്തിന് മുമ്പിൽ അല്ലാഹു മൈക്കിന് മുമ്പിൽ കൊണ്ടുപോയി നിലനിർത്തി കൊടുത്തു. അല്ലാഹുവിനെ നമ്മൾ സ്തുതിക്കണം. മുജാഹിദ് പ്രസ്ഥാനം എന്ന ആദർശ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് ലോകത്തിന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു മഹാസദസ്സൊരുക്കിയ ലോകത്തിന്റെ നാഥന് സർവസ്തുതിയും. അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചടക്കുന്ന പൂർവികരായ സലഫികൾ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കി തന്റെ സ്വാർത്ഥ താൽപര്യങ്ങളെ, തനിക്കെതിരെയോ താൻ ഉണ്ടാക്കിയ കെട്ടിപ്പടുത്ത കോക്കസിനെയോ തകർക്കുന്ന പരാമർശം ആര് നടത്തിയാലും അവരെ എവിടെ വെച്ചാണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കാതെ അവർക്കെതിരെ ആക്രോശിക്കുന്ന ഈ മനുഷ്യനെ പരസ്യമായി മൈക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ സർവാധിനാഥനായ പടച്ചതമ്പുരാനെ സ്തുതിക്കാൻ നാം ഈ സന്ദർഭം ഒരിക്കലും മറന്നുപോകാതെ ഉപയോഗിക്കണം. എനിക്കുള്ളത് ഒരിക്കലും സക്കരിയ സ്വലാഹിയുടെ മുമ്പിൽ, അതോടൊപ്പം ഹനീഫ് കായ്ക്കുടെ മുമ്പിൽ പേരോട് നിന്ന ഒരു രംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന് അവിടെ നിന്ന് പോയി സീറ്റിലിരിക്കാതെ അദ്ദേഹത്തിന്റെ മ്ലാനമായ മുഖം ലോകം കാണത്തക്ക രൂപത്തിൽ അല്ലാഹു അദ്ദേഹത്തെ അവിടെ തന്നെ നിർത്തി. അദ്ദേഹം അനുഭവിച്ച നിന്ദതയും ജാലതയും അന്ന് ലോകം കണ്ടു. അതുപോലെ ഇതാ മറ്റൊരു അബ്ദുറഹ്മാൻ ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ്യ കഥാപാത്രമായി തീർന്ന ഒരു വ്യക്തി. ഇവിടെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് കൂടിയാലോചിക്കാതെ, നമ്മുടെ നേതാക്കന്മാരുമായി കൂടിയാലോചിക്കാതെ ഇദ്ദേഹത്തിന്റെ സമ്മർദ്ദമായിരിക്കും ഒരുപക്ഷേ ബഹുമാനനായ പണ്ഡിതൻ ഹുസൈൻ സലഫിയുടെ പ്രഭാഷണത്തിന് ശേഷം വളരെ മാന്യമായി അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായത്തെ പല കാര്യങ്ങളിലും അറബ് രാജ്യങ്ങളെ സമീപിക്കുകയും